ക്ലാസ്സുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ അതും അതിനൊക്കെ ഉറങ്ങുകയാണ്. എനിക്ക് ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. സപ്പോർട്ട് ചെയ്യണേ. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തേക്കാം. ഭയങ്കര മടി. സൺഡേ ഉണ്ട്, എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് എണീച്ച് ഉണ്ടാക്കാൻ ചടപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. അങ്ങനെ ഞാൻ വേഗം പുട്ടും കടലയാക്കുക. എന്നാൽ പിന്നെ ഉമ്മക്ക് അതിന് വേണ്ടിയിട്ട് അവളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. പിന്നെ ലഞ്ചുള്ള പ്രിപ്പറേഷൻ മാത്രം ചെയ്താൽ അപ്പം ഞാൻ പെട്ടെന്ന് അത് തയ്യാറാക്കാൻ വിചാരിച്ചിട്ട് കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചൊക്കെ കഴുകി കുക്കറിലിട്ടു. പുട്ടിൻ്റെ പൊടി ഞാൻ കുറച്ച് മുന്നേ നനച്ച് വെച്ചിരുന്നു എണീറ്റപ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് അത് ഉണ്ടാക്കാൻ വെച്ചു. അങ്ങനെ പുട്ടൊക്കെ അടുപ്പത്ത് വെക്കാണ്ട് തേങ്ങ തിരുമ്പാണ്. എന്നാൽ പിന്നെ ഉമ്മ വേഗം വന്നാൽ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമല്ലോ. അവൾ എണീറ്റ് വന്നാൽ പിന്നെ പാലിന് വേണ്ടി കരയും. അപ്പം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമല്ലോ വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. പിന്നെ ഇനി അയൺ ചെയ്യാനും കുളിക്കാനൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ അയൺ ചെയ്യണ പരിപാടി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടി പിടിച്ച കാര്യമാണ് അയൺ ചെയ്യാൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. വേഗം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഷോക്ക് ഇട്ടിട്ടോ ക്ലാസ്സിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേഗം മിന്നുവിനോട് ഞാൻ പറഞ്ഞു പിന്നെ ബസ് സ്റ്റോപ്പിൽ ആക്കി തരാൻ വേണ്ടി. അവർക്ക് പിന്നെ ബൈക്കിനോട് കൊണ്ടാൻ വേണ്ടി പിന്നെ അവളെയും കൂട്ടിയാണ് പോയത്. അവളാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് നേരം ബസ് വെയിറ്റ് ചെയ്തു. പിന്നെ KSRTC കിട്ടിയപ്പോൾ ഞാൻ അതിൽ കയറി. ബൈക്കിന് ഇത്രയും ദൂരം പോകുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബസ് കയറി. പിന്നെ ബസ്സിൽ കുറച്ച് ഇങ്ങനെ ആയിരുന്നു കുറേ ഷോക്ക് കാണിച്ച്. ഇനി കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയൊക്കെ ചെയ്തിട്ട് രാവിലെ തന്നെ. പിന്നെ പെട്ടെന്ന് അവിടെ എത്തി. ഒരു ഓട്ടോ വിളിച്ച് കോളേജിലേക്ക് പോകാൻ. ഫ്രണ്ട്സൊന്നും രാവിലെ ഇല്ലാത്തതുകൊണ്ട്, രാവിലെ ആരും കാണാത്തതുകൊണ്ട് ഞാൻ വേഗം പിന്നെ ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഓട്ടോയിലാണ് ക്ലാസ്സിലെത്തിയത്. പിന്നെയുള്ള വിശേഷങ്ങളൊന്നും എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ക്ലാസ്സിലായതിനു ശേഷം ഫുൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ ഇക്കാരണം നമ്മൾ ജസ്റ്റ് പുറത്ത് ഹൈലൈറ്റിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മക്കളായിട്ട് ജസ്റ്റ് പുറത്ത് ഇറങ്ങി കേട്ടോ. ഫെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് പോയി. ഹൈലൈറ്റ് പോയപ്പം എല്ലാവർക്കും ഗെയിംസിലൊക്കെ കയറണം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ കുറച്ച് നേരം അതിലൊക്കെ ഇങ്ങനെ കളിച്ചു. ഞങ്ങളിങ്ങനെ നല്ല രസമായിരുന്നു. മക്കളായിട്ട് പുറത്ത് പോകാൻ നല്ല രസമാണ്. അവർക്കൊരു എൻജോയ്മെൻ്റ് ആവും. സൺഡേക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ പോയി. അങ്ങനെ മാളിൽ പോയി ഇതായിരുന്നു. അങ്ങനെ നടക്കുന്ന കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ അവൻ വാശി പിടിച്ചപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ പോയിട്ടോ. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. ഇക്ക വീട്ടിൽ ഇരുന്നായിരുന്നു അന്ന്. അപ്പോൾ ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്താറായിട്ടുണ്ട്. ഫെറൂഖ് പാലാണ്. അപ്പോൾ അതുവിന് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ടിട്ട്. അങ്ങനെ ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളത് കഴിച്ചു. ഇന്നത്തെ അത്രയേ ഉള്ളൂ.